ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ ബിസിനസ് സംരംഭവുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇന്നത്തെ ബിസിനസ് സംരംഭം നമ്മുടെ നാടിന് എപ്പോഴും ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പണം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് ലാഭം നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ഇന്നത്തേത്. ഈ ബിസിനസ് സംരംഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അതിലുപരി നമുക്ക് നല്ല കളർ സെൻസ് വേണം, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ബിസിനസ്സാണെന്ന്. നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പെയിൻറ്റ് ഷോപ്പാണ്. പേര് കേൾക്കുന്ന പോലെ തന്നെ വർണ്ണങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു ബിസിനസ്സാണ് പെയിൻറ്റ് കട. നിങ്ങൾക്ക് ഇന്ന് രാജ്യത്ത് നിലവിലുള്ള വിവിധ പെയിൻറ്റ് കമ്പനികളുടെ ഏജൻസികൾ നിങ്ങൾക്ക് എടുത്ത് കളർ മിക്സിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. അവയുടെ ഫ്രാഞ്ചൈസികൾ, നല്ല നല്ല കമ്പനികളുടെ ഫ്രാഞ്ചൈസികൾ എടുക്കുക, നല്ല പെയിൻറ്റുകൾ നിങ്ങളുടെ കടയിൽ, എല്ലാ തരത്തിലുള്ള വർണ്ണങ്ങളും നിങ്ങളുടെ കടയിൽ ലഭ്യമാക്കുക. അവ നല്ലൊരു വരുമാന മാർഗമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പെയിൻറ്റ് ബിസിനസ് ഏറ്റവും നല്ല ലാഭമുള്ള ഒരു മേഖലയാണ്. ഇന്ന് കെട്ടിട നിർമ്മാണ മേഖലയിലും വണ്ടികളുടെ ആവശ്യങ്ങൾക്ക്, വാഹനങ്ങളുടെ ആവശ്യങ്ങൾക്ക്, എന്തിനേറെ പറയുന്നു, എല്ലാ മേഖലയിലും ഇന്ന് പെയിൻറ്റ് ആവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യവുമുണ്ട്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരാരും ഇന്ന് വരെ പരാജയം നേരിട്ടിട്ടില്ല. കാരണം എന്നും ആവശ്യമുള്ളവയാണ്. എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്, മാർക്കറ്റ് ചെയ്യുക. നല്ല രീതിയിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രയത്നിക്കുക. ഇത് ഇത്രയും നമ്മുടെ ഒരു സ്ഥാപനത്തിന് ആവശ്യമുള്ള ഘടകമാണ്. പിന്നെ എപ്പോഴും പെയിൻറ്റ് ഷോപ്പ് കഴിവതും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വന്നെത്തുന്ന സ്ഥലത്ത് വേണം നമ്മൾ പെയിൻറ്റ് ഷോപ്പുകൾ തുടങ്ങുവാനായിട്ട്. കൂടുതൽ ആളുകൾ എത്തുകയും ആളുകൾക്ക് വന്നു ചേരാനായിട്ടും സാധിക്കുന്ന സ്ഥലങ്ങളാവുമ്പം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കച്ചവടം ലഭിക്കും. അതുവഴി നമ്മുടെ വരുമാനവും കൂട്ടാനായിട്ട് സാധിക്കും. ഈ പെയിൻറ്റ് ഷോപ്പിനോടൊപ്പം തന്നെ ഹോം ഫിറ്റിങ്സ്, ആക്സസറീസ്, പെയിൻറ്റിങ് ആക്സസറീസ് മുതലായവ കൂടി നിങ്ങളുടെ ഷോപ്പിനോടൊപ്പം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് മറ്റ് കടകൾ തേടി പോകേണ്ടി വരുന്നില്ല. നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെ ലഭ്യമാക്കുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കടകളിൽ തന്നെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുകയും അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം ഉറപ്പാക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പെയിൻറ്റ് ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ കമ്പനികളുടെ ഒക്കെ ഡീലർഷിപ്പ്, ഏജൻസി, ഇവയൊക്കെ നല്ല കമ്പനികളുടെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ബിസിനസ് കൂട്ടാനായിട്ട് മറ്റൊരു മാർഗ്ഗമാണ് കോൺട്രാക്ടേഴ്സുമായിട്ട് നല്ലൊരു ടൈപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പം നമ്മൾ ഈ മാർക്കറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് കോൺട്രാക്ടേഴ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ എൻജിനീയേഴ്സ്, ഇവരുമായിട്ട് ഒക്കെ നല്ലൊരു ടൈപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുവഴി നിങ്ങൾക്ക് ബിസിനസ് വരുമാനം കൂട്ടാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സെയിലും വർദ്ധിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ കസ്റ്റമർ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. നമ്മുടെ ഇഷ്ടം അവരെ അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. അവർക്ക് ഇഷ്ടമുള്ള കളറുകൾ, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഇന്ന കളർ നല്ലതാണ്, അല്ലെങ്കിൽ അത് അവർ സെലക്ട് ചെയ്യുന്ന ആ കളർ കൊള്ളത്തില്ല, ഈ കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. കസ്റ്റമറിൻ്റെ മൈൻഡിൽ ഒരു കളർ ഉണ്ടാവും. അവർക്ക് താല്പര്യത്തോടു കൂടിയിട്ടാണ്, അവരൊരു കളർ ഇഷ്ടപ്പെട്ടാണ് അവരിവിടെ വരുന്നത്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പം എപ്പോഴും കസ്റ്റമർ ഹാപ്പി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.